ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. വിദ്യാർത്ഥികൾക്കിടയിൽ കായിക സംസ്കാരം വളർത്തിയെടുക്കണമെന്ന് മന്ത്രി റോജി എം ജോൺ. പ്രവാസികളുടെ ആനുകൂല്യങ്ങൾ മുടക്കുന്നതിൽ പ്രതിഷേധിച്ച് പ്രവാസി സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ ക്ഷേമനിധി ഓഫീസിലേക്ക് മാർച്ച്. കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ ആഗോള നിലവാരത്തിലേക്ക് ഉയർത്തുമെന്ന് മന്ത്രി റോജി എം ജോൺ. ദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ കോഴിക്കോട് ബ്രാഞ്ചിന്റെ ആഭിമുഖ്യത്തിൽ വിദ്യാർത്ഥികളുടെ സംഗമം സത്സംഗ് 2026 സംഘടിപ്പിച്ചു. ഞാൻ എൻ പി സക്കീർ. വാർത്തകൾ വിശദമായി. വിദ്യാർത്ഥികൾക്കിടയിൽ കായിക സംസ്കാരം വളർത്തിയെടുക്കണമെന്ന് മന്ത്രി റോജി എം ജോൺ പറഞ്ഞു. ഫിസിക്കൽ എഡ്യൂക്കേഷൻ കോളേജിൽ കായിക ഗവേഷണ കേന്ദ്രം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കോഴിക്കോട് ഗവൺമെന്റ് കോളേജ് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷനിൽ കായിക ഗവേഷണ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനവും മെറിറ്റ് ഡേ അവാർഡ് ദാനവും കായിക വകുപ്പ് മന്ത്രി റോജി എം ജോൺ നിർവഹിച്ചു. കാലിക്കറ്റ് സർവകലാശാലയ്ക്ക് കീഴിലാണ് ഗവേഷണ കേന്ദ്രം പ്രവർത്തിക്കുക. ആദ്യഘട്ടത്തിൽ 3.90 കോടി രൂപ ചെലവിട്ട് നിർമ്മിച്ച കേന്ദ്രത്തിൽ കായിക രംഗത്തെ വിവിധ വിഷയങ്ങളിലായി ഇതുവരെ 17 വിദ്യാർത്ഥികൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കലാലയങ്ങളിൽ അക്കാദമിക വിഷയങ്ങൾക്കുള്ള അതേ പ്രാധാന്യം കായിക രംഗത്തിനും നൽകണമെന്ന് മന്ത്രി പറഞ്ഞു. ക്ലാസ് മുറികളുടെ തുടർച്ചയാകണം കായിക രംഗം. ഒരു വ്യക്തിയുടെ സമഗ്ര വളർച്ചയിൽ കായിക രംഗത്തിന് വലിയ പ്രാധാന്യമാണുള്ളതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ഇപ്പോ ചെറുപ്പത്തിന്റെ ഒരു എനർജി ഉണ്ട് അല്ലെ? ചെറുപ്പത്തിന്റെ ഒരു എനർജി, ആ എനർജിയെ പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കുക എന്നുള്ളതാണ്. പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ സാധിച്ചിട്ടില്ലെങ്കിൽ അത് തെറ്റായ രീതിയിൽ ഉപയോഗിക്കപ്പെടും. അതിനെ ഏറ്റവും ശരിയായ രീതിയിൽ ഉപയോഗിക്കാൻ സാധിച്ചാൽ നമുക്ക് നല്ല കായിക താരങ്ങളെ വാർത്തെടുക്കാൻ സാധിക്കും, നല്ലൊരു തലമുറയെ വാർത്തെടുക്കാൻ സാധിക്കും. ഇപ്പോൾ ഒരു സ്പോർട്സ് കൾച്ചറിലേക്കോ ഒരു ഫിറ്റ്നസ് കൾച്ചറിലേക്കോ ഒക്കെ വരിക എന്ന് പറഞ്ഞാൽ അത് ദേശീയ ഗെയിംസിലും അന്തർദേശീയ ഗെയിംസിലും മത്സരിക്കുന്ന താരങ്ങളാക്കി എടുക്കുക എന്ന് മാത്രമല്ല, നമുക്ക് ഓരോ വിദ്യാർത്ഥിക്കും ഇത് ആവശ്യമാണ്. 2025-26 അധ്യയന വർഷം അക്കാദമിക കായിക മേഖലകളിൽ ദേശീയ അന്തർദേശീയ നേട്ടം കൈവരിച്ച വിദ്യാർത്ഥികൾക്കുള്ള അവാർഡുകൾ മന്ത്രി വിതരണം ചെയ്തു. ചടങ്ങിൽ കെ ജയന്ത് MLA അധ്യക്ഷത വഹിച്ചു. വാർഡ് കൗൺസിലർ ശ്രീജ സുരേഷ്, കാലിക്കറ്റ് സർവകലാശാല സിൻഡിക്കേറ്റ് അംഗം മധു രാമനാട്ടുകര, കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ കെ പ്രസന്നകുമാർ, പ്രോഗ്രാം കോർഡിനേറ്റർ ഡോക്ടർ സുനിൽ അൽഫോൺസ് തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. പ്രവാസികൾക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ 3 മാസമായി മുടങ്ങിക്കിടക്കുകയാണെന്ന് കേരള പ്രവാസി സംഘം ആരോപിച്ചു. ഇതിനെതിരെ ജൂലൈ 21 പ്രവാസി ക്ഷേമനിധി ഓഫീസിലേക്ക് മാർച്ച് നടത്തുമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. നമ്മുടെ ജില്ലയിൽ, കോഴിക്കോട് ജില്ലയിൽ ഉൾപ്പെടെ കേരളത്തിലെ 1 ലക്ഷത്തോളം വരുന്ന പ്രവാസികളുടെ പെൻഷൻ 3 മാസമായി കിട്ടിയിട്ടില്ല. പെൻഷൻ ഉടനെ വിതരണം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് പ്രവാസി സംഘത്തിൻ്റെ മാർച്ച് സംഘടിപ്പിക്കുന്നത്. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്തുള്ള ക്ഷേമനിധി ഓഫീസിലേക്കാണ് മാർച്ച് സംഘടിപ്പിക്കുന്നത്. UDF സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഇതുവരെ പ്രവാസി പെൻഷൻ വിതരണം ചെയ്തിട്ടില്ലെന്ന് കേരള പ്രവാസി സംഘം കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ആരോപിച്ചു. ഏകദേശം 1 ലക്ഷത്തോളം പ്രവാസികൾ പ്രവാസി ക്ഷേമനിധിയിൽ നിന്ന് പെൻഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്നവരാണ്. 10 ലക്ഷം പ്രവാസികൾ ക്ഷേമനിധിയിൽ അംഗങ്ങളായുണ്ട്. പ്രവാസ ലോകത്ത് പൊതുവെയും മധ്യപൂർവേഷ്യൻ രാജ്യങ്ങളിൽ പ്രത്യേകിച്ചും സമീപകാലത്തെ സംഭവ വികാസങ്ങൾ വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുകയാണ്. യാതൊരു മുന്നറിയിപ്പുമില്ലാതെ ഒട്ടനവധി പ്രവാസികളാണ് നാട്ടിലേക്ക് തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നതെന്ന് പ്രവാസി സംഘം ചൂണ്ടിക്കാട്ടി.
അതീവ ഗുരുതരമായ ഇത്തരമൊരു സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ പ്രവാസികൾക്കായി സർക്കാർ യാതൊന്നും ചെയ്യുന്നില്ല. ഇതിൽ പ്രതിഷേധിച്ച് ജൂലൈ 21 കോഴിക്കോട്, മലപ്പുറം, കണ്ണൂർ ജില്ലകളിൽ നിന്നുള്ള പ്രവാസികൾ പ്രവാസി ക്ഷേമനിധി ഓഫീസിലേക്ക് മാർച്ച് നടത്തും. കേരള പ്രവാസി സംഘം കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് കെ സജീവ് കുമാർ, സെക്രട്ടറി CV ഇക്ബാൽ, ട്രഷറർ സലീം മണാട്ട്, വൈസ് പ്രസിഡന്റ് KK ശങ്കരൻ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ ആഗോള നിലവാരത്തിലേക്ക് ഉയർത്തുമെന്ന് മന്ത്രി റോജി M ജോൺ പറഞ്ഞു. കൊയിലാണ്ടി ഗവൺമെന്റ് കോളേജിൽ കമ്പ്യൂട്ടർ ലാബ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. മുച്ചുകുന്ന് സയ്യിദ് അബ്ദുറഹിമാൻ ബാഫക്കി തങ്ങൾ മെമ്മോറിയൽ ഗവൺമെന്റ് കോളേജിൽ അത്യാധുനിക സൗകര്യങ്ങളോടെ ഒരുക്കിയ പുതിയ കമ്പ്യൂട്ടർ ലാബിന്റെ ഉദ്ഘാടനം ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി റോജി M ജോൺ നിർവഹിച്ചു. ഫിസിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് റിസർച്ച് ആൻഡ് ട്രെയിനിംഗ് സെന്ററിന്റെ പ്രഖ്യാപനവും ലോഗോ പ്രകാശനവും മന്ത്രി നിർവഹിച്ചു. ഏറ്റവും കൂടുതൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളർച്ച കൈവരിക്കാൻ സാധിക്കുന്ന ഒരു മേഖല അത് വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയാണ്. പക്ഷേ നമുക്ക് ആ സാധ്യതകളെ പൂർണ്ണമായിട്ട് നമുക്ക് പ്രയോജനപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ പൂർണ്ണമായിട്ടും നമുക്ക് ആ സാധ്യതകൾ ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് നമുക്ക് കാണേണ്ടതായിട്ട് വരും. നമ്മുടെ നാടിന്റെ വളർച്ചയില്, ഓരോ വ്യക്തിയുടെയും വളർച്ചയില് വിദ്യാഭ്യാസത്തിന് വലിയ പങ്കുണ്ട്. നമ്മളൊക്കെ ജനിക്കുന്നതും ജീവിക്കുന്നതുമായ സാഹചര്യങ്ങൾ വ്യത്യസ്തമാണ്. വ്യത്യസ്തമായ സാമ്പത്തിക സ്ഥിതിയുള്ളവര് സാമൂഹിക പശ്ചാത്തലത്തിൽ കടന്നു വരുന്നത് പല തരത്തിലുള്ള പരിമിതികളും പോരായ്മകളും ഒക്കെ കുറവുകളും ഒക്കെ അഭിമുഖീകരിച്ചുകൊണ്ടായിരിക്കും നമ്മൾ ഓരോരുത്തരും ജീവിതത്തിൽ മുന്നോട്ട് പോകുന്നത്. എനിക്ക് എന്റെ മുമ്പിലിരിക്കുന്ന വിദ്യാർത്ഥികളോട് സൂചിപ്പിക്കാനുള്ളത്, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നേരിടുന്ന അല്ലെങ്കിൽ നമ്മൾ അഭിമുഖീകരിക്കുന്ന ഏത് പോരായ്മയും കുറവുകളെയും ഒക്കെ അതിജീവിക്കുവാനായിട്ടുള്ള ഏറ്റവും അടിസ്ഥാനപരമായ മാർഗം മികച്ച വിദ്യാഭ്യാസം നേടുക എന്നുള്ളത് തന്നെയാണ്. ചടങ്ങിൽ അഡ്വക്കേറ്റ് K പ്രവീൺകുമാർ MLA അധ്യക്ഷനായിരുന്നു. മൂടാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MP അഖില, വൈസ് പ്രസിഡന്റ് CK ശ്രീകുമാർ, ജില്ലാ പഞ്ചായത്ത് അംഗം ലത K പട്ടേൽ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കൊയിലാണ്ടി. ദി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ കോഴിക്കോട് ബ്രാഞ്ചിന്റെ ആഭിമുഖ്യത്തിൽ വിദ്യാർത്ഥികളുടെ മെഗാ സമ്മേളനം സത്സംഗ് 2026 സംഘടിപ്പിച്ചു. K ജയന്ത് MLA ഉദ്ഘാടനം ചെയ്തു. ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ്, ഗ്ലോബൽ റിസ്ക്, റോബോട്ടിക് ഓഡിറ്റ് തുടങ്ങിയ വിഷയങ്ങളിലായിരുന്നു ആദ്യ ദിവസത്തെ സത്സംഗത്തിൽ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചത്. ICAIയുടെ കീഴിലുള്ള സദേൺ ഇന്ത്യ ചാർട്ടേഡ് അക്കൗണ്ടൻസ് സ്റ്റുഡൻസ് അസോസിയേഷനാണ് സംഘാടകർ. മീനൂസ് കൺവെൻഷൻ സെന്ററിൽ നടന്ന പരിപാടി K ജയന്ത് MLA ഉദ്ഘാടനം ചെയ്തു. എല്ലാവരും നല്ല ചാർട്ടേഡ് അക്കൗണ്ടന്മാരാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ചാർട്ടേഡ് അക്കൗണ്ടന്മാരാവുമ്പോൾ ഒരു റിക്വസ്റ്റ് ഉള്ളത്, ഒരു ഹ്യൂമൻ ഹാർട്ട്. നിങ്ങളുടെ യാത്രയിൽ വീണുപോയവരൊക്കെ ഉണ്ടാവും. നിങ്ങൾക്ക് ഉയരങ്ങളിൽ എത്തുമെന്നുള്ള ഉറപ്പാണ്. വലിയ വലിയ മൾട്ടിനാഷണൽ കമ്പനിയിലെ അക്കൗണ്ടൻസ് ആവും, വലിയ വലിയ ഫേംസിൻ്റെ പാർട്ടായി മാറും, പിന്നീട് പാർട്ട്നേഴ്സായി മാറും, നിങ്ങൾ സ്വന്തമായി ഫേം തുടങ്ങും. എപ്പോഴും യാത്രക്കിടയിൽ കൂടെ ഓടിയവർ വഴിയരികിൽ എവിടെയെങ്കിലും തളർന്നു വീണ് പോയിട്ടുണ്ടെങ്കിൽ കരുണാർദ്രമായ മനസ്സുമായി അവരെ കൂടി ചേർത്ത് പിടിക്കുവാനുള്ള ഹൃദയം കൂടി മനസ്സുണ്ടാവട്ടെ. ICAI കോഴിക്കോട് ചാപ്റ്റർ പ്രസിഡന്റ് M അത്ഭുതജ്യോതി അധ്യക്ഷയായി. ICAI കൺട്രോൾ മെമ്പർ രാജേഷ് ശർമ്മ മുഖ്യാതിഥിയായിരുന്നു. അക്കാദമിക് ബോർഡ് ഓഫ് സ്റ്റഡീസ് ചെയർമാൻ ബാബു അബ്രഹാം മുഖ്യപ്രഭാഷണം നടത്തി. SICSA കോഴിക്കോട് ചാപ്റ്റർ ചെയർമാൻ ആഷിഖ് M സാബു, PA തങ്കച്ചൻ, സെക്രട്ടറി രവി ചന്ദ്രശേഖർ, റഷ അബ്ദുറസാഖ്, AK ഷീസ് മുഹമ്മദ് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ജില്ലാ വാർത്തകളിൽ ഒരിടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. Bobby Chamanur International Jewelers presents Christmas and New Year offer. Shop now and enjoy incredible offers. Win 5 Bajaj Chetak EV scooters through a lucky draw and get a chance to drive home the bumper prize. Suzuki Grand Vitara. Get up to 50% discount on making charges for diamond, uncut, Navaratna and platinum ornaments. Purchase diamond, uncut or platinum ornaments worth above ₹2 lakh and get a gold coin free. Making charges for HUID
BID 916 gold ornaments start from just 2.9%. Bobby Chamanur International Jewelers, traditionally trusted for 162 years. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. കോഴിക്കോട് ബീച്ചിലെ അഗ്നിരക്ഷാസേന ഇനിയില്ല. അവസാനത്തെ യൂണിറ്റും മീൻചന്തയിലേക്ക് മാറി. ഇനി നഗരത്തിൽ അടിയന്തര ഘട്ടങ്ങളിൽ മീൻചന്തയിൽ നിന്നും യൂണിറ്റ് എത്തണം. കോഴിക്കോട് വലുതും ചെറുതുമായ നിരവധി തീപിടുത്തങ്ങളും കെട്ടിടാപകടങ്ങളും നടക്കുമ്പോൾ പെട്ടെന്ന് എത്താവുന്ന സ്ഥലത്തായിരുന്നു ബീച്ച് സ്റ്റേഷൻ. ഇനി വല്ലതും സംഭവിച്ചാൽ വെള്ളിമാടുകുന്നിൽ നിന്നോ മീൻചന്ത സ്റ്റേഷനിൽ നിന്നോ എത്തിച്ചേരണം. അതും നഗരത്തിലെ വാഹന തിരക്കിൽ നിന്നും എത്താൻ വളരെ ബുദ്ധിമുട്ടാണ്. ബീച്ചിലെ അഗ്നിരക്ഷാ നിലയം കെട്ടിടത്തിന്റെ കാലപ്പഴക്കം കാരണം ജീവനക്കാർക്ക് ജോലി ചെയ്യാൻ പറ്റാത്ത സ്ഥിതിയിലായിരുന്നു. അങ്ങനെയാണ് പൊളിച്ചു മാറ്റുന്നത്. പുതിയ കെട്ടിടം പണിയുന്നതുവരെ മറ്റ് സംവിധാനങ്ങൾ ഒരുക്കാൻ കോർപ്പറേഷന് കഴിഞ്ഞില്ല. ബീച്ചിലെ ഫയർ സ്റ്റേഷൻ അവിടെ തന്നെ നിലനിർത്തണമെന്നാവശ്യപ്പെട്ട് സംരക്ഷണ സമിതി പ്രക്ഷോഭത്തിനൊരുങ്ങുകയാണ്. എല്ലാ രാഷ്ട്രീയ, സാംസ്കാരിക, സാമൂഹ്യ സംഘടനകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ നഗരത്തിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി നിലനിന്ന് വന്ന ഈ അഗ്നിരക്ഷാ നിലയം ഇവിടെ സ്ഥാപിക്കാൻ ആവശ്യമായ രീതിയിലുള്ള ഇടപെടൽ, അതിന് കക്ഷി രാഷ്ട്രീയത്തിൻ്റെയും എല്ലാ അതിർവരമ്പുകളും ലംഘിച്ചുകൊണ്ട് അധികാരികളിലേക്ക് ഈ നഗരത്തിൻ്റെ പ്രധാനപ്പെട്ട ആവശ്യങ്ങളിലൊന്നായിക്കൊണ്ട് അത് ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ള ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ 5 വർഷത്തിനിടക്ക് ചെറുതും വലുതുമായിക്കൊണ്ടുള്ള വലിയ തീപിടുത്തങ്ങൾ ഈ നഗരത്തിൽ ഉണ്ടായിട്ടുണ്ട്. ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട അധികാരികൾ അത് ജാഗ്രതയോടുകൂടി കണ്ടുകൊണ്ട് ഈ നഗരത്തിലെ ഈ വിഷയത്തെ ഏറ്റവും സമർത്ഥമായിട്ട് അഭിമുഖീകരിക്കാനും തരണം ചെയ്യാനും ഉതകുന്ന രീതിയിലേക്കുള്ള ഈ അഗ്നിരക്ഷാ നിലയത്തെ ഇവിടെ നിലനിർത്തുക എന്നുള്ളത് ഇവിടുത്തെ മുഴുവൻ മനുഷ്യരുടെയും അടിയന്തര വിഷയങ്ങളിലൊന്നാണ്. മനുഷ്യന് സുഖകരമായി ജീവിക്കാനും ഒപ്പം തങ്ങളുടെ സമ്പാദ്യത്തെയും ഇവിടെ ഉയർന്നു വരുന്ന മറ്റ് ഇടങ്ങളിലെ പൊതു സ്ഥാപനങ്ങളെയും നിലനിർത്തുന്നതിന് വേണ്ടി ഈ അഗ്നിരക്ഷാ നിലയം ഇവിടെ അത്യാവശ്യമാണ്. അതുകൊണ്ട് ഇത്തരം സ്ഥാപനങ്ങൾ, ഈ അഗ്നിരക്ഷാ നിലയം പോലുള്ള പൊതുമേഖലയിൽ നിലനിൽക്കുന്ന സ്ഥാപനങ്ങൾ ഇവിടുത്തെ ജനങ്ങളെ ജീവനും സ്വത്തിനും സംരക്ഷിക്കുന്നതിന് വേണ്ടി അടിയന്തരമായി കുറേയും കൂടി വിപുലമായ അർത്ഥത്തിലാണ് ഇത് ഇവിടെ പ്രവർത്തിക്കേണ്ടതെന്നുള്ള അഭിപ്രായമാണ് ഇവിടുത്തെ സാമൂഹ്യ, സാംസ്കാരിക, രാഷ്ട്രീയ മണ്ഡലത്തിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ ആളുകൾക്കുള്ളത്. ഈ ഒരു മുറവിളി അധികാരികൾ യഥാസമയം ഉൾക്കൊള്ളുകയും അതിനനുസൃതമായി കൊണ്ടുള്ള നല്ല തോതിലുള്ള തീരുമാനം കൈക്കൊള്ളുന്നതാണ് ഈ നഗരത്തെ സ്നേഹിക്കുന്ന, ഈ നഗരത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ ജനങ്ങളെയും ആഗ്രഹം. ബീച്ചിലെ ഫയർ സ്റ്റേഷൻ നഗരത്തിൽ നിലനിർത്തിയില്ലെങ്കിൽ ജനകീയ പ്രക്ഷോഭം നടത്താനും സംരക്ഷണ സമിതി തീരുമാനിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ട്രോളിംഗ് നിരോധനം അവസാനിക്കുന്ന ജൂലൈ 31-ന് ബേപ്പൂർ ഹാർബറിൽ നവീകരണ പ്രവൃത്തികൾ പൂർത്തിയാകുമെന്ന് ഹാർബർ വികസന സമിതി ചെയർമാൻ കരിച്ചാലിൽ പ്രേമൻ. നവീകരണത്തിനുപരിയായി ഹാർബറിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സർക്കാർ നടപടി സ്വീകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ട്രോളിംഗ് നിരോധനം അവസാനിക്കുന്ന ഈ മാസം 31-ന് നവീകരണ പ്രവൃത്തി പൂർത്തിയാകും. ബേപ്പൂർ മത്സ്യബന്ധന ഹാർബർ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് വകയിരുത്തിയ 1.40 കോടി രൂപയുടെ പ്രവൃത്തിയാണ് ഹാർബറിൽ പുരോഗമിക്കുന്നത്. ഹാർബറിലെ 2 വല റിപ്പയറിംഗ് ഷെഡുകളുടെ നിലം പൂർണ്ണമായും കോൺക്രീറ്റ് ചെയ്തു. പഴയ ലേലപ്പുരയുടെ നിലം കോൺക്രീറ്റ് ചെയ്തു. പഴയ ലേലപ്പുരയുടെ നിലം ഗ്രാനൈറ്റ് ചെയ്യുന്ന പ്രവൃത്തിയുമാണ് പുരോഗമിക്കുന്നത്. ഫിഷ് പാക്കിംഗ് ഷെഡ്, വാഹന പാർക്കിംഗ് ഷെഡ്, ശുചിമുറി കെട്ടിടം എന്നിവയുടെ തകർന്ന ഭാഗങ്ങൾ കോൺക്രീറ്റ് ചെയ്ത് നവീകരിച്ചു. അഴുക്കുചാലിന്റെ തകർന്ന സ്ലാബുകൾ മാറ്റി സ്ഥാപിച്ചു. ഹാർബറിന്റെ ചുറ്റുമതിൽ, പ്രവേശന കവാടം എന്നിവയുടെ പ്രവൃത്തിയും പുരോഗമിക്കുന്നുണ്ട്. ഇപ്പോൾ നടക്കുന്ന പ്രവൃത്തി കൊണ്ട് ഹാർബറിലെ പ്രശ്നങ്ങൾ തീരുന്നില്ലെന്നും കേന്ദ്ര സർക്കാരിന്റെ ഫണ്ട് അനുവദിച്ച പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നും ഹാർബർ വികസന സമിതി ചെയർമാൻ കരിച്ചാലിൽ പ്രേമൻ പറഞ്ഞു. ഒരു ദിവസം ആയിരക്കണക്കിന് ആളുകൾ വന്നു പോകുന്ന ഒരു ഫിഷിംഗ് ഹാർബറാണ് ബേപ്പൂർ ഫിഷിംഗ് ഹാർബർ. അവിടെ സൂചിമുറികൾ ഇല്ലാത്തത് കൊണ്ട് നമ്മളവിടെ ജോലി ചെയ്യുന്ന ജോലിക്കാർക്കും മറ്റും വളരെയധികം ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ സൂചിമുറികൾ വളരെ അത്യാവശ്യമാണ്. അതും നമ്മൾ കളക്ടറെ മീറ്റിങ്ങിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അതിനുമുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാം ഏകദേശം നമ്മുടെ ഈ ട്രോളിംഗ് നിരോധനം തീരുന്നതിന് മുമ്പ് ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഹാർബർ നല്ല നിലയിൽ നിൽക്കണമെങ്കിൽ ഇനിയും നിരവധി പ്രവർത്തികൾ നടത്തേണ്ടതുണ്ട്. അതിന് കേന്ദ്രത്തിന്റെയും കേരളത്തിന്റെയും അടിയന്തര ഇടപെടൽ ആവശ്യമാണെന്നും മത്സ്യത്തൊഴിലാളികൾ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കോഴിക്കോട് ജില്ലാ അക്വാറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ ഓവറോൾ കിരീടം നേടിയ ചെറുട്ടി മെമ്മോറിയൽ അക്വാറ്റിക്സ് ആൻഡ് ഫിറ്റ്നസ് സെന്ററിനെ ആദരിച്ചു.
അനുമോദന സായാഹ്നം സബ് കളക്ടർ ഗൗതം എസ് രാജ് ഉദ്ഘാടനം ചെയ്തു. 4 പതിറ്റാണ്ട് പിന്നിട്ട ചരിത്രമാണ് ഈ നീന്തൽക്കുളവുമായി ബന്ധപ്പെട്ട് പങ്കുവയ്ക്കാനുള്ളത്. മത്സരങ്ങളിൽ പതിവ് സാന്നിധ്യം. അതിനിടെ 12 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ജില്ലാ അക്വാട്ടിക്സ് ചാമ്പ്യൻഷിപ്പിൽ ഓവറോൾ കിരീടം നേടിയ സന്തോഷത്തിലാണ് ചെറുട്ടി മെമ്മോറിയൽ അക്വാട്ടിക്സ് ആൻഡ് ഫിറ്റ്നസ് സെന്റർ. ഇതിന്റെ ഭാഗമായാണ് അനുമോദന സായാഹ്നം നടത്തിയത്. സബ് കളക്ടർ ഗൗതം എസ് രാജ് ഉദ്ഘാടനം ചെയ്തു. ഈ ഒരു മത്സരത്തിൽ ഈ പൂളിനെ പ്രതികരിച്ച് പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും അവരുടെ രക്ഷിതാക്കൾക്കും എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടതാണ് ഈ ഒരു പൂളിന്റെ മാനേജ്മെന്റ് ഒരു വളരെ ബഹുമാനപ്പെട്ട അധ്യക്ഷൻ സൂചിപ്പിച്ച പോലെ വളരെ അഫോർഡബിൾ ആയി എല്ലാവർക്കും ആക്സസിബിൾ ആയിട്ടുള്ള ഒരു പൂളാണ്. എനിക്ക് തോന്നുന്നു കോഴിക്കോട് ജില്ലയിലെ കോഴിക്കോട് ടൗണിൽ സ്വിമ്മിംഗ് പഠിച്ചവരെല്ലാവരും ഇവിടെ ഈ ഒരു പൂളുമായി എന്തായാലും അസോസിയേറ്റഡ് ആയിട്ടുള്ള ആളുകളായിരിക്കും. ജൂനിയർ, സബ് ജൂനിയർ വിഭാഗങ്ങളിലായി മികച്ച പ്രകടനം കാഴ്ചവെച്ച 30ഓളം താരങ്ങൾക്ക് സബ് കളക്ടർ ട്രോഫികൾ വിതരണം ചെയ്തു. KC അബു അധ്യക്ഷനായിരുന്നു. പങ്കജ് ബുലാനി, വിജയ് സിംഗ് നഗാന്തി, അദീബ് സലീം, സിറാജ് കപ്പാസി, P ആലിക്കോയ, T ഹരീഷ്, MK അനിൽകുമാർ എന്നിവർ സംബന്ധിച്ചു. ഓവറോൾ കിരീടം കൈവരിച്ച താരങ്ങളെ ആദരിച്ച ചടങ്ങ് വിജയികളുടെ ആവേശകരമായ പങ്കാളിത്തത്തോടെ സമാപിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ജില്ലാ വാർത്തകളിൽ ഒരിടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. Bobby Chamanur International Jewelers presents Christmas and New Year offer. Shop now and enjoy incredible offers. Win 5 Bajaj Chetak EV scooters through a lucky draw and get a chance to drive home the bumper prize. Suzuki Grand Vitara. Get up to 50% discount on making charges for diamond, uncut, Navaratna and platinum ornaments. Purchase diamond, uncut or platinum ornaments worth above rupees 2 lakh and get a gold coin free. Making charges for HUID 916 gold ornaments start from just 2.9%. Bobby Chamanur International Jewelers, traditionally trusted for 162 years. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. മിഥുനമാസം കഴിഞ്ഞ് കർക്കടകമായപ്പോൾ രാമായണ മാസത്തെ വരവേൽക്കുകയാണ് വിശ്വാസികൾ. ഒരു മാസക്കാലം വീടുകളിലും ക്ഷേത്രങ്ങളിലും രാമനാമ ജപം മുഴങ്ങും. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. പേമാരി കോരിച്ചൊരിയുന്ന കർക്കിടകം പണ്ട് കാലത്ത് പഞ്ഞമാസമായിരുന്നു. രോഗപീഠകളും പട്ടിണിയും ദുരിതം വിതയ്ക്കുന്ന സമയം. ഈ പ്രതിസന്ധികൾ തരണം ചെയ്യാനാണ് പഴമക്കാർ കർക്കിടക മാസത്തിൽ രാമായണ പാരായണം ശീലമാക്കിയത്. ശ്രീരാമ രാമ രാമ ശ്രീ സീതാഭിരാമ രാമ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. മര്യാദ പുരുഷോത്തമനായി കണക്കാക്കപ്പെടുന്ന ശ്രീരാമന് കാനനവാസം ഉൾപ്പെടെ ഒരുപാട് ദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വന്നു. അത് മനസ്സിലാക്കുമ്പോൾ കേവലം മനുഷ്യൻ അനുഭവിക്കുന്ന ദുരിതങ്ങൾ ഒന്നുമല്ലെന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമാക്കുന്നത്. അതിനു പുറമെ ജീവിതത്തിൽ ശുദ്ധിയും ചിട്ടയും ഉറപ്പാക്കുകയും. വീട്ടിലെ മുതിർന്നവർ കർക്കിടക മാസത്തിൽ പുലർച്ചെ എഴുന്നേറ്റ് നിത്യകർമ്മങ്ങൾ അനുശേഷിച്ച ശേഷം കുളിച്ച് ഭസ്മധാരണം ചെയ്ത് രാമായണ പാരായണം ചെയ്യുകയാണ് പ്രധാന ചടങ്ങ്. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീ സീതാഭിരാമ രാമ. കത്തിച്ചുവെച്ച നിലവിളക്കിന് മുന്നിൽ ഓട്ടുകിണ്ടിയിൽ വെള്ളവും അഷ്ടമംഗല്യവും ഒരുക്കി വെച്ചാണ് രാമായണ പാരായണം. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ ശ്രീരാമ മമ ഹൃദി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. മിഥുനമാസത്തിലെ അവസാന ദിവസം കർക്കടകം തുടങ്ങുന്നതിന് മുമ്പ് ഉത്തര മലബാറിൽ നടത്തുന്ന ആചാരമാണ് കലിയന് കൊടുക്കൽ. പഞ്ഞമാസമായ കർക്കടകത്തിലെ ദാരിദ്ര്യവും കഷ്ടപ്പാടുകളും അകറ്റി വീട്ടിൽ ഐശ്വര്യമുണ്ടാവാൻ വേണ്ടിയാണ് ഈ ചടങ്ങ് സംഘടിപ്പിക്കുന്നത്.
കർക്കിടക മാസത്തിലെ കഷ്ടപ്പാടിനും ബുദ്ധിമുട്ടിനും ശമനമാകാനും വീടുകളിൽ ഐശ്വര്യവും സമൃദ്ധിയും പുലരാനുമായി പഴമക്കാർ ആചരിച്ചു വരുന്ന അനുഷ്ഠാനമാണ് കലിയനെ വരവേൽക്കൽ. കർക്കിടകത്തിന്റെ തലേന്ന് മുഖത്ത് കറുപ്പും ചുവപ്പും ചായങ്ങൾ പുരട്ടി കുരുത്തോലയും ചെക്കിപ്പൂവും കൊണ്ടുള്ള മാലകളും അണിഞ്ഞ് കലിയനെത്തും. കലിയ കലിയ കൂയ് കൂയ് എന്ന ആർപ്പുവിളികളോടെ കലിയനെ വരവേൽക്കും. ചെണ്ടക്കൊട്ടിന്റെ അകമ്പടിയോടെയാണ് കലിയനെത്തുക. കർക്കിടകത്തിന്റെ തലേദിനം സന്ധ്യാസമയത്തോടെയാണ് കലിയനെ വിളിക്കുക. ചക്കപ്പുഴുക്കും പപ്പടവും തേങ്ങാപ്പൂളും കലിയന് കൊടുക്കും. കലിയന് കൊടുക്കൽ ചടങ്ങിന് ശേഷമാണ് കർക്കിടകത്തിന്റെ ആദ്യ ദിനം മുതൽ ശീബോധിക്ക് വെക്കുന്നത്. വേടൻ എന്ന് പറയും. ശിവന്റെ രൂപമാണെങ്കിലും കാലിലെന്ന് ഈ കലി നമ്മളെല്ലാം സംരക്ഷിച്ച് ഒരു വർഷത്തിലേക്ക് പോകുന്നു. ഇനി അടുത്ത വർഷത്തിലേക്ക് വീണ്ടും നമ്മൾ ഈ പ്രദേശത്ത് ഈ മന്ദമംഗലം തളിരെന്ന സംഘടന നടത്തുന്ന പരിപാടിയിലേക്ക് വീണ്ടും. കൊയിലാണ്ടി മന്ദമംഗലം ജൈവഗ്രാമത്തിൽ കലിയനെ വരവേൽക്കൽ ആഘോഷം നടന്നു. തെയ്യം കലാകാരൻ പത്മനാഭനാണ് കലിയൻ വേഷം കെട്ടിയത്. കയ്യിൽ ചൂട്ടും ചമയങ്ങളുമായി എത്തിയ കലിയൻ പുതുതലമുറയ്ക്ക് കൗതുകമായി. ACB ന്യൂസ്, കോഴിക്കോട്. സംസ്ഥാന സർക്കാർ നൈപുണ്യ വികസന മിഷൻ ജില്ലാ സ്കിൽ ഡെവലപ്മെന്റ് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ കോഴിക്കോട്ട് ആഗോള യുവജന നൈപുണ്യ ദിനാചരണം സംഘടിപ്പിച്ചു. സ്കിൽ വിദ്യാഭ്യാസ പ്രവർത്തകൻ അബ്ദുൽ ജലീൽ എടത്തിലിനെ ചടങ്ങിൽ ആദരിച്ചു. സംസ്ഥാന സർക്കാർ നൈപുണ്യ വികസന മിഷൻ ജില്ലാ സ്കിൽ ഡെവലപ്മെന്റ് സെന്ററിന്റെ ആഭിമുഖ്യത്തിലായിരുന്നു ദിനാചരണം സംഘടിപ്പിച്ചത്. ഭാരത് സേവക് സമാജം ജില്ലാ പ്രോഗ്രാം ഓഫീസർ കെ അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ മെറാൾഡ് ജ്വൽസിന്റെ CMDയും നൈപുണ്യ വിദ്യാഭ്യാസ പ്രവർത്തകനുമായ അബ്ദുൽ ജലീൽ എടത്തിലിനെ ആദരിച്ചു. അപ്പൊ സ്കിൽ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാല് നിങ്ങൾക്ക് ഓരോരുത്തർക്കും എന്തെങ്കിലുമൊക്കെ സ്കിൽ ഉണ്ടാവും. ഒരുപക്ഷെ നിങ്ങൾ പരീക്ഷയിൽ പാസ്സായാലും ഇല്ലെങ്കിലും നിങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന ഒരു സ്കിൽ ഉണ്ടാവും. അത് കണ്ടെത്തി ഡെവലപ്മെന്റ് ചെയ്യുക. ആ ഡെവലപ്മെന്റിന്റെ ഭാഗമാണ് നമ്മൾ ഇന്ന് ലോകത്തിൽ കാണുന്ന പല പുരോഗതികളുടെയും അടിസ്ഥാനം. ആറ്റക്കോയ പള്ളിക്കണ്ടി അധ്യക്ഷനായി. സ്കിൽ ടു കരിയർ ഡയറക്ടർ പ്രൊഫസർ വി വേണുഗോപാൽ മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ സ്കിൽ ഡെവലപ്മെന്റ് സെന്റർ BDE KR സൂര്യ, ഇസ്മയിൽ പുനത്തിൽ, സുൽത്താന നിഹാൽ, ശരത് എസ്നാഥ്, കെ അനാമിക എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. ആഴ്ചവട്ടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, മാനാഞ്ചിറ ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിലെ NSS വിദ്യാർത്ഥികളും അധ്യാപകരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വിദ്യാർത്ഥികൾക്കിടയിൽ കായിക സംസ്കാരം വളർത്തിയെടുക്കണമെന്ന് മന്ത്രി റോജി M. ജോൺ. പ്രവാസികളുടെ ആനുകൂല്യങ്ങൾ മുടക്കുന്നതിൽ പ്രതിഷേധിച്ച് പ്രവാസി സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ ക്ഷേമനിധി ഓഫീസിലേക്ക് മാർച്ച്. കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ ആഗോള നിലവാരത്തിലേക്ക് ഉയർത്തുമെന്ന് മന്ത്രി റോജി M. ജോൺ. ദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ കോഴിക്കോട് ബ്രാഞ്ചിന്റെ ആഭിമുഖ്യത്തിൽ വിദ്യാർത്ഥികളുടെ സംഗമം സത്സംഗ് 2026 സംഘടിപ്പിച്ചു. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.